ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് ടൈമിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് എൻട്രി വന്നത് എങ്ങനെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമുക്ക് നോക്കാം. അതിന് ജസ്റ്റ് തൊട്ട് മുമ്പ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് ടൈമിൽ മാർക്കറ്റ് 25,602ൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,730 വരെ പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് മാർക്കറ്റിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ നിങ്ങളോട് ഓൾമോസ്റ്റ് ഒരു 10:37 ആയ ടൈമിൽ തന്നെ ടെലിഗ്രാമിലൂടെ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ട് ഇട്ടതിന് ശേഷം കുറേ ടൈം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഈ ഒരു 10:37 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 12:15 അല്ലെങ്കിൽ 12:20 ഒക്കെ ഉള്ളൊരു ടൈമിലായിരുന്നു നമുക്ക് നമുക്കൊരു എൻട്രി ട്രിഗർ ആയത്. മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചിൻ്റെ താഴെ, ഈ ഒരു റേഞ്ചിൻ്റെ താഴെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലായിട്ടുള്ള 25,730 നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു 25,730 എന്ന് പറഞ്ഞൊരു ലെവലിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തത്, നമുക്ക് ടാർഗറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്തത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ആ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്ന് മാർക്കറ്റ് ഒരു 25,857 മുകളിലൊക്കെ നമുക്കൊരു ക്ലോസ് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട് മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഒരു 25,857 എന്നുള്ള രീതിയുടെ മുകളിലൊക്കെ ഒരു ഗ്യാപ്പ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന 3 ലെവൽസാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്നത് 25,730 എന്ന് പറഞ്ഞ ലെവലാണ്. നെക്സ്റ്റ് ലെവലായിട്ട് 25,812 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിൽ നമുക്ക് 25,857 എന്ന് പറഞ്ഞ ലെവലുമാണ്. അപ്പോൾ ഈ 3 ലെവൽസാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ 3 ലെവൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു റീസൺ കൊണ്ട് മാറി നിൽക്കാതെ നിങ്ങൾ ഇപ്പോഴൊക്കെ നമുക്ക് ലെവൽസുകൾ കുറച്ച് മാർക്കറ്റ് തരുന്നു, അതിനനുസരിച്ച് നമുക്കുള്ള കൺഫ്യൂഷൻസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാകത്തില്ല, അവിടെയും ഇവിടെയും ഓരോരോ സ്വിങ്ങുകളിലും കാര്യങ്ങളും എല്ലാം പോയി ലൈൻസും കാര്യങ്ങളും വരയ്ക്കുന്നു. ഇവിടുന്ന് പോയിട്ട് ഇതൊരു ചാനലാണെന്ന് വരയ്ക്കുന്നു, വേറെ ഈ ഒരു രീതിയിൽ ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിലാണെന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് പോകുന്ന ടൈമിലാണ് നമുക്ക് മാക്സിമം ലോസസും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. മാക്സിമം നമ്മൾ നമ്മുടെ ചാർട്ടിനെ മിനിമലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമ്മൾ നാളത്തെ നിഫ്റ്റിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ that's all for today guys. Bye.